ഹലോ യൂട്യൂബ് അപ്പനും മോനുമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഷാപ്പിൽ കിട്ടുന്ന മീൻ തലക്കറിയില്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് രാവിലെ എനിക്ക് നേരെ ഏറ്റുമാനൂർ മാർക്കറ്റിൽ പോയി നല്ല അടിപൊളി ഒരു തലപ്പീസ് തന്നെ വാങ്ങിച്ചോണ്ട് വന്നു. ഇതേ തല. അപ്പോൾ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. വീഡിയോ ആകെ 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനി ബാക്കി അപ്പം പറയട്ടെ. മുഴുത്ത വറ്റയുടെ തലയാണത്. 4 കിലോ ഉണ്ട് ഈ തല മാത്രം. നമുക്കിതിൻ്റെ തൊലി കുറേശ്ശെ ചെത്തി തലയൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ചിലരൊന്നും തൊലി കളയാറില്ല കേട്ടോ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണം. അതിൻ്റെ പേര് നമ്മൾ തൊലി കളയാറുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പൻ്റെ ആ ഒരു ടിപ്പുണ്ട് കേട്ടോ. ഫ്രഷ് വറ്റയുടെ തലയാണ്. അകത്ത് പൂവിൻ്റെ കണ്ടോ, ഈ പൂ ചുമന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മീൻ ഫ്രഷാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോഴും മീൻ പഴയതായിട്ട് വരും. ഈ റെഡ് കളറുള്ള മീനാണെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ടുള്ള മീനാണ്. പൂവിൻ്റെ നിറം കണ്ടോ, മീൻ നോക്കുന്നതെല്ലാം ശരിക്കും ഈ പൂ നോക്കിയാൽ അറിയാം. ഈ പൂ ഇനി ഡാർക്കായി പിന്നെ അത് കറുപ്പിലേക്ക് പോകും. അത് കഴിക്കാനേ കൊള്ളുമല്ലോ. ഇത് കണ്ടോ ചുമന്നിരിക്കുന്നതുണ്ടോ, ഇത് ഫ്രഷ് സാധനമാണ്. നമ്മുടെ വീഡിയോ കണ്ട് ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ മീൻ തലക്കറി ഉണ്ടാക്കാൻ നോക്കുവാണെങ്കിൽ എല്ലാവരും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. കാരണം മീനിൻ്റെ തല വെട്ടി പൊളക്കാനായിട്ട് നല്ല പാട് തന്നെയാണ്. പപ്പായ്ക്ക് എൻ്റെ അത്ര ഈ ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ പപ്പ വലിയ കുഴപ്പമില്ലാതെ ചെയ്തു. സൂക്ഷിയാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും ഹാൻഡിൽ വിത്ത് കെയറെ നൈഫൊക്കെ വെച്ച് ചെയ്യേണ്ടതല്ലേ. അങ്ങനെ അപ്പം മീനിൻ്റെ തലയായിട്ട് നല്ല യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക കേട്ടോ. ഒരു വേദി വെട്ടി പൊളന്നത് ഗായ്സ് ഭയങ്കര പാട് തന്നെയാണ് കേട്ടോ ഈ മീനിൻ്റെ തല വെട്ടി പൊളക്കാൻ. അങ്ങനെ നമ്മളത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. 2 പീസാക്കി കഴിഞ്ഞപ്പോഴേക്കും മൊത്തം ബ്ലഡാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടാത്തൊരു സാധനം ഉണ്ട്, എന്നറിയാമോ? ഇത് ഈ മീനിൻ്റെ ഗിൽസ്, അത് നമുക്ക് കണ്ടിച്ച് കളയാം. അതിനുശേഷം നന്നായിട്ട് ഉരച്ച് ഈ ബ്ലഡ് സ്റ്റെയിൻ മൊത്തം പോകുന്ന രീതിയിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ മൊത്തം കാണാൻ തുടങ്ങി കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം തന്നെ എൻ്റെ അപ്പോൾ മീൻ കഴുകി തുടങ്ങി. അങ്ങനെ ആ ബ്ലഡ് സ്റ്റെയിൻ പോകുന്ന പോലെ നല്ല രീതിക്ക് ഉറച്ച് വേണം കേട്ടോ. ഇത് നല്ല ഫ്ലഷ് ആയിട്ട് ഈ പരിവർത്തിക്കണം. ഒരിടത്തും ബ്ലഡ് സ്റ്റെയിൻ ഇല്ലല്ലോ. നല്ല അടിപൊളിയായിട്ട് ഇടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് വാർത്തയിലൊക്കെ പറയുന്നത്. എന്താവോ. അപ്പം നമ്മുടെ തല ഏകദേശം ക്ലിയർ ആയി. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യം ഉള്ളി അരിയാം നമുക്ക്. പിന്നെ നമ്മുടെ ഇഞ്ചി നമുക്ക് അരിയണം. ഇഞ്ചി ഇതേപോലെ ചെറിയ കഷ്ണമാക്കി അരിയണം കേട്ടോ. അതിനുശേഷം നമ്മുടെ സവോള നമുക്ക് അരിഞ്ഞ് വെക്കണം. ഉള്ളി മാത്രമല്ല സവോള നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചമുളക് നേരെ നടുക്കുന്ന കീറി ഇങ്ങനെ ഇട്ടാൽ മതി. മൊത്തം വിട്ടുപോകുന്ന രീതിയിലരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ സാധനവും ആയിട്ടുണ്ട്. മീനിൻ്റെ തല ഉണ്ടോ? ഇപ്പോഴേ കൊതിയായി തുടങ്ങിയിട്ടുണ്ടാവല്ലേ? കൊതിയായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മുടെ പാത്രം അടുപ്പിൽ കയറ്റുക, തീ എത്തിക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ മൂക്കാൻ വേണ്ടി തീ കൂട്ടിക്കൊടുക്കുക. എണ്ണ മൂത്തിട്ടുണ്ട്. നേരെ കടുക് ഇട്ടെടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നേരെ ഉലുവ ഇടുക. ഉലുവയും മൂത്ത് കഴിയുമ്പോഴേക്കും കറിവേപ്പില ഇടുക. ഇനി ആ കറിവേപ്പിലയുടെ മേലോട്ട് നമ്മുടെ വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കേട്ടോ. ഇളക്കിയതിന് ശേഷം നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ഇടുക. ഇനി നന്നായിട്ട് മൂക്കുന്നു വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. തീ നോർമലായിട്ട് വെക്കണം, വലിയ കരിഞ്ഞു. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് നല്ല മഴയാണ് ഗൈസ്. അപ്പം തന്നെ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി കുടയൊക്കെ പിടിക്കുന്ന കുക്ക് ചെയ്യുന്നത്. ഞാനാണ് കുട പിടിക്കുന്ന കേട്ടോ. അടുപ്പിലിരിക്കുന്ന ഐറ്റം ഏകദേശം വാടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട് നേരെ സവോള ചേർക്കാം. ആ സവോള ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ സവോളയും നമുക്ക് അതേപോലെ തന്നെ വാട്ടിയെടുക്കണം കേട്ടോ. കണ്ടോ ഗൈസ്, ഞാൻ കുട പിടിക്കും, അപ്പം കുക്ക് ചെയ്യും. പിന്നെ നമുക്ക് ഇതിനകത്തോട് വറ്റൽമുളകില്ലേ, വറ്റൽമുളക് ആഡ് ചെയ്യണം കേട്ടോ. വറ്റൽമുളക് ആഡ് ചെയ്തിട്ട് വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. സവോളയും മൂത്തിട്ടുണ്ട്, ഇപ്പോൾ വറ്റൽമുളകും മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കണം. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി അത് കുറച്ച് ചേർക്കാം, അല്ലെങ്കിൽ കരിയും. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം, അത് വിഷാംശമൊക്കെ മാറ്റും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ പരുവത്തിൽ ഒരു പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റാക്കി എടുത്തതിന് ശേഷം അത് ലൂസാക്കണം. അതിന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് ചേർക്കുക. പിന്നെ കുടംപുളി എന്തിനാണോ അതിന് ആവശ്യത്തിനുള്ള കുടംപുളി ചേർക്കുക. പിന്നെ കീറിയിട്ട പച്ചമുളകില്ല, നമ്മൾ മുമ്പ് കീറി വെച്ച പച്ചമുളക്, ആ പച്ചമുളക് കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് തുടങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന മീനിൻ്റെ തലയില്ലേ, അതിൻ്റെ ഒരു ഭാഗം എടുക്കുക. ഇത് നമ്മളിവിടെ എങ്ങനെ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഈ മീനിൻ്റെ തല ഒരു ഭാഗമായിരിക്കും വെള്ളത്തിൽ ഡിപ്പാക്കി കിടക്കുക. അതിന് ശേഷം നമ്മൾ മറിച്ചിടും. ഒറ്റ പ്രാവശ്യം മറിച്ചിടുകയുള്ളൂ, അന്നേരത്തേക്ക് സംഭവം സെറ്റ് ആയിക്കോളും കേട്ടോ. നമുക്കത് നേരെ ഈ തിളയ്ക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മറ്റേ തലയുടെ പീസും കൂടെ നമുക്ക് എടുത്തങ്ങ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, കണ്ണൊക്കെ വെട്ടി തിളങ്ങുന്നു. അപ്പോൾ മാക്സിമം ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ട് ഈ വെള്ളം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മൊത്തം മുങ്ങിപ്പോകും. അതുപോലെ നമുക്ക് വെള്ളം വേണ്ട. അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ കിടക്കുന്ന ചാറില്ലേ, ആ ചാറ് കോരി ആ മാംസത്തിൻ്റെ മേളിലോട്ട്, ആ തലക്കറിയുടെ മേളിലോട്ട് മൊത്തം ഒന്ന് കോരി ഒഴിക്കുക. എന്നാൽ നമ്മുടെ ആ മസാല മൊത്തം ഉണ്ടല്ലോ, ആ മീൻ ആ മാംസത്തിലോട്ട് മൊത്തം പിടിച്ചു. ഇനി നേരെ ഒരു പാത്രം എടുക്കുക, ഒന്ന് മൂടി വെച്ചേക്കുക. ഞങ്ങൾ തോന്നുമ്പോൾ ഇവിടെ അടിപൊളി മഴയാണ് കേട്ടോ. ഒരു മഴയ്ക്കിടയിൽ നല്ല ചൂട് ഇറങ്ങുന്ന തലക്കറി, മീനിൻ്റെ തലക്കറി നോക്കി. ആ വായിക്കാത്തൊരു കൊമലോട്ടുന്നുണ്ടോ തിളയ്ക്കുന്നതിൻ്റെ
അപ്പോൾ ഇവനിപ്പോൾ അടുപ്പിൽ കയറിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായി കേട്ടോ. ഇത് മൊത്തത്തിൽ വെന്തിട്ടുണ്ടാകുമെന്ന് പപ്പ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇവനെ നമുക്ക് എടുത്ത് മറിക്കാമെന്ന് നടക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ പാത്രത്തിനകത്തിട്ട് കറക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പൊടിക്കൈയും കൂടി ഉണ്ട്. എന്താണെന്നറിയോ? അപ്പോൾ ഒന്ന് ഇളക്കി ചിറ്റിക്കുന്നുണ്ട്. ചിറ്റിച്ചതിന് ശേഷം നമുക്ക് ഈ കറിക്കകത്തോട്ട് കുറച്ച് ഉലുവാപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കണം. അതിനുശേഷം പിന്നെയും വന്നിട്ട് ചിറ്റിക്കുക. ഇതിനെ ഇളക്കാൻ നല്ലപോലെ ചിറ്റിക്കുക എന്ന് പറയാം കേട്ടോ. തലക്കറി നമ്മൾ വെന്തതിന് ശേഷം എടുത്ത് കഴിഞ്ഞാൽ മൊത്തം അടന്നിടന്ന് പോകും. തലക്കറി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നെങ്കിൽ പിന്നെ അങ്ങ് കഴിച്ചോണം, തിരിച്ചു വെക്കാൻ നിൽക്കുന്നത് കേട്ടോ. പിന്നെ നാട്ടിലൊക്കെ പറയുന്നവർ മീൻകറിക്ക് എന്താ സൈഡ് കപ്പ തന്നെ. നമ്മുടെ ഷാപ്പിൽ കിട്ടുന്ന കൂട്ട് നല്ല ഇടിക്കപ്പ എടുത്ത് ഞങ്ങൾ ഒരു പാത്രത്തിനകത്തോട്ട് മൊത്തം വിളമ്പുന്നുണ്ട് കേട്ടോ. കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ കാണണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് അതാക്കാം. കപ്പ നമ്മളിപ്പോൾ വിളമ്പി നല്ല സെറ്റ് ആക്കിയിട്ട് അപ്പോൾ റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ആ തല പീസ് അങ്ങ് എടുക്കാം. എൻ്റെ അമ്മോ, ഇപ്പോഴും അടന്നു തുടങ്ങി കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ടേ ആ തല പീസ്. അപ്പോൾ അത് കമത്തിയിട്ട് ഓംപ്ലേറ്റ് അടിക്കുന്നവരപ്പോൾ അടിച്ചു. നിങ്ങളങ്ങനെ ട്രൈ ചെയ്യണ്ട കേട്ടോ, നമ്മുടെ വീട്ടിൽ കിട്ടത്തില്ല. രണ്ടാമത്തെ പീസ് അത് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വെക്കുമ്പോൾ അടന്നു പോകും. നോക്കിക്കോ, വെക്കുമ്പോൾ എന്തായാലും അടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ വെക്കുമ്പോൾ അടന്നു പോകുന്നു. സംഭവം എന്തായാലും സെറ്റ് ആയിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ആ ഗ്രേവി മൊത്തം കോരി അതിൻ്റെ മേളിലോട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നുണ്ടാക്കിയിട്ട് ഇന്നൊരു ദിവസത്തേക്ക് ഇതങ്ങ് മൂടി വെച്ചേക്കണം. എന്നിട്ട് പിറ്റേ ദിവസം വേണം ഇതങ്ങ് എടുക്കാൻ. അന്നേരം ആ ഗ്രേവിക്കും ആ മീൻ കറിക്കും മീനും മൊത്തത്തിൽ ആ മസാല അങ്ങ് പിടിച്ചോളും. നല്ല സെറ്റായിരിക്കും. പിറ്റേ ദിവസം ഹെവി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇനി വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഇനി ആരും മീൻ തലക്കറി കഴിക്കാൻ വേണ്ടി ഷാപ്പിൽ പോകണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാമെന്നുള്ളത്. നോക്കി അപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നോക്കിക്കേ. സ്റ്റൈല്. അപ്പോൾ ഞങ്ങൾ അപ്പൻ്റെയും മോൻ്റെയും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തു കേട്ടോ. അപ്പോൾ ഈ അപ്പനെയും മോനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേരേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എന്താ പറഞ്ഞാൽ ഇത് ഭയങ്കര സാധനം സംഭവം തന്നെയാണ് കേട്ടോ.